ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യമനി ഡിഷാണ്, ലഹസ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒതൻറ്റിക് റെസിപ്പിയിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം, അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ വഴണ്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വലിയ എരിവില്ലാത്ത ടൈപ്പ് പച്ചമുളകാണ്. നാട്ടിലെ മുളകിന് നല്ല എരിവുള്ള ടൈപ്പല്ലേ, ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ധാരാളമായിരിക്കും. ഇനി 2 മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വഴണ്ട് സോഫ്റ്റായിട്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഞാൻ എടുത്തേക്കുന്നത് തക്കാളി പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം നല്ല മാറണം. മസാലയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലപോലെ മിക്സായി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. മുട്ട നല്ലപോലെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ട്രയാങ്കിൾ ചീസോ ചീസ് സ്ലൈസസോ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ക്രീം ചീസ് ഒരു തിൻ ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊരു 2 മിനിറ്റ്സ് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചീസ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മല്ലിയില, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? പൊറോട്ടയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.